അവളെ നീ എനിക്ക് തിരിച്ചേൽപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. ആ പറച്ചിലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇതൊരു കഠിനമാശയല്ല. ഇതൊരു ബലിതമായ ഉടമ്പടിയാണ്. ഇത് ബലിതമായ ഉടമ്പടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വ്യവച്ഛേദനത്തിന്റെ ഗുണപാഠമാണ്. നമ്മുടെ ഭാര്യാപിതാവിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷന് അബൂക്കി, അത് നിന്റെ വാപ്പയാണ് പൊന്നുമോളെ. സന്തോഷായി. അബൂക്കി, അത് നിന്റെ വാപ്പയാണ്. ഇതാണ് ജീവിതത്തിന്റെ പൊരുൾ. നമ്മൾക്ക് അവരോട് സഹവർത്തിക്കേണ്ട ചില ബാധ്യതകൾ. അബൂക്കി, അത് നിന്റെ വാപ്പായോടാണ്. എന്റെ അമ്മോശൻ കാക്ക, ഭാര്യക്ക് എന്താ സന്തോഷം. ഇത് നമ്മൾ അമ്മോശൻ കാക്കായെ കാണുമ്പോ അപ്പൊ നമ്മൾ പറയും, പടച്ചോനെ അദാബന്റെ തലയെ വെച്ച ദജ്ജാലാണോ വരണം. ആ ഒരു മനോഭാവമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായി നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. സ്വർഗ്ഗത്തിലെ കുടുംബമായി മാറണമെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയണം. ഒരു ദിവസം മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയേ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലോട്ട് കയറി വന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, നിങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും ദുആ ചെയ്യാറുണ്ട്, ഈ ആയിഷാനെ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബിയുടെ ചോദ്യം, നമ്മൾ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ടെന്ന്. ഇന്ന് നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിന് മുമ്പൊക്കെ നമ്മൾ ധാരാളം ദുആ ചെയ്തിട്ടുണ്ട്. അവനാന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ട് കൂട്ടത്തിൽ? കൈവെക്കാൻ പറഞ്ഞ ഉള്ള മാനവും കൂടെ പൊക്കണ്ട. ബാക്കിയുള്ളവരൊക്കെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പൊക്കണ്ട. അവനാന്റെ ഭാര്യയ്ക്ക് നോക്ക്. ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുടി നരച്ചു, താടി നരച്ചു, എന്നാലും ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്തിട്ട്. അവനവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞാൻ ഈ വാളൊക്കെ പറഞ്ഞ അവസാനം ദുആ ചെയ്യുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആളുകൾ ഉസ്താദിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ഭയങ്കര ദുആ. നമ്മളല്ലേ ചെയ്യേണ്ട, പിന്നെ വേറെ ആരും അവർക്ക് വേണ്ടി ചെയ്യാം. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഷഫീഖ് വലി ദുആ ചെയ്യും, ഷഫീഖ് വലിയുടെ ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? ഇർഷാദ് വലിയുടെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനാണ് ദുആ ചെയ്യുക. അവനാന്റെ ഭാര്യമാർക്ക് വേണ്ടി അവനവൻ ദുആ ചെയ്യുക. ഇറങ്ങിപ്പോയി ഒരു നേരത്തെ അന്നം കാത്തുപോയ ഭർത്താവ് സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്താൻ മുസല്ലയിലിരുന്ന സ്വന്തം ഭാര്യ ദുആ ചെയ്യുക. അതിനേക്കാൾ വലിയൊരു കുടുംബ ജീവിതത്തിന്റെ കെമിസ്ട്രി വേറെയില്ല. ആ കെമിസ്ട്രി നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു അത്രേ, നബിയേ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? ഒന്ന് ദുആ ചെയ്യ് നബി. ഹബീബായ നബി തങ്ങൾ ഒരു ദുആ ചെയ്തു. അതൊരു രസകരമായ ദുആയാണ്. മുത്ത് നബിയുടെ ജീവിതം ഒരു വല്ലാത്ത ജീവിതം, ഒരു രസകരമായ ദുആ ചെയ്തു. എന്താ ദുആ എന്നറിയോ നബിയേ? യാ റസൂലല്ലാഹ്, അങ്ങ് ദുആ ചെയ്തപ്പോൾ ആകാശത്ത് നിന്നും മഴ പോലും വർഷിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ. അങ്ങയെ കാട്ടി കുടിലിരിക്കുന്ന പാവപ്പെട്ട ആയിഷയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? ഇത് പറഞ്ഞു തരേണ്ട താമസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈകളിയെത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ തഖദ്ദമതു വമാ തഅഖറതു വമാ അഅലൻതു വമാ അസ്ററതു. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മാ തഖദ്ദമതു, ഇതിനു മുമ്പും അവൾ എന്നോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി അവളുടെ സ്വഭാവം വെച്ച് ഇനി അവൾ ഇതേപോലെ പലതും എന്നോട് ചെയ്യാനുമുണ്ട്. അവൾ ചെയ്തതും ഇനി എന്നോട് ചെയ്യാനുള്ളതും, അവൾ രഹസ്യമായി എന്നോട് ചെയ്തതും പരസ്യമായി ചെയ്തതെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ രസകരമായ ദുആയാണ്. പെണ്ണല്ലേ, ഇപ്പൊ ദുആ ചെയ്താലും അവളുടെ സ്വഭാവം വെച്ച് വീണ്ടും അവൾ പലതും എന്നോട് ചെയ്യാനിരിക്കുന്നുണ്ട്. ചെയ്തതും ചെയ്യാനിരിക്കുന്നതെല്ലാം എന്റെ പാവപ്പെട്ട ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്.
ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല ഈ ദുആ കേട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ചിരിച്ച് ആയിഷ റളിയല്ലാഹു തആല അവിടെ ഇരുന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാ. നമ്മളൊക്കെ പറയുമല്ല തലതല്ലി ചിരിക്കുന്നു എന്ന നാടൻ ഭാഷ പോലെ ഇമാമിനെ തിർമിദി റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. മഹാനായ അബൂ ഈസ തിർമിദി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുകയാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത ദുആ കേട്ട് ആ ആയിഷ റളിയല്ലാഹു തആല ചിരിച്ച് ചിരിച്ച് അവസാനം തലതല്ലി ചിരിച്ച് ഹത്താ സകതത് റഅസുഹാ ഫീ ഹുജ്റിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആയിഷ റളിയല്ലാഹു തആലയുടെ തല പോയി ഹബീബായ നബിയുടെ മടിത്തട്ടിൽ ഇടിക്കുന്നത് വരെ ആ മടിയിലെ പോലെ ചിരിച്ച് 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 തളർന്ന് തന്റെ തല അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ ചേർത്ത് വെച്ച് കിടന്നുപോയി. ആയിഷ റളിയല്ലാഹു തആലയുടെ ചിരി കണ്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ അയസ്റുകി ദുആരി അയസ്റുകി ദുആരി, എന്റെ ദുആ നിന്നെ ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ, ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ. ഹബീബായ നബി തങ്ങളുടെ മടിത്തട്ടിൽ പോയി തലവെത്തുന്നത് ഒരു ദുആ കേട്ട് പൊട്ടിച്ചിരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8 മടം വീതിയും 10 മടം നീളമുള്ള ആകാശത്ത് മഴ പെയ്താൽ ഓലക്കീലുകളുടെ ഇടയിലൂടെ മഴത്തുള്ളികളെ തടം തള്ളിയാത്തൊടുക്കുന്ന ഒരു കൊച്ചുകൂരയിൽ പൊട്ടിച്ചിരിച്ച് ജീവിച്ചു പോയ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, നമുക്ക് സമ്പത്ത് വേണ്ട, നമുക്ക് സൗന്ദര്യം വേണ്ട, കോൺക്രീറ്റ് സൗരത്തിന്റെ ശീതീകരിച്ച റൂമിൽ ഒരു കൊതുകിന് പോലും കിടന്നു വരാത്ത റൂമിൽ കിടന്നിറങ്ങണ്ട. പിന്നെയോ 8 മടം നീളമുള്ള ഒരു കൊച്ചു റൂമിൽ കിടക്കുമ്പോ ആ റൂമിനെ കുറിച്ചാണ്, അവിടെയാണ് ആയിഷ ബീവിയുടെ അടുക്കളയുള്ളത്. 8 മടം നീളവും 10 മടം വീതിയുമുള്ള ഭാര്യ ഭർത്താവ് താമസിച്ച റൂമിനെ കുറിച്ചാണ് ലോകാവസാനം വരെ വരുന്ന ഖുർആനിലെ സൂറത്തിന് പേര് നൽകിയത്. സൂറത്ത് ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ എന്നാണ് അർത്ഥം. ഏത് മുറിയാണ്? അത് സുൽത്താൻ സലാഹുദ്ദീൻ ബോക്കിയുടെ റൂമല്ല. ഏത് റൂമിനെ കുറിച്ചാ പറയുക? ബോളിവുഡിന്റെ നടി ആഞ്ചലീന ജോളി മധുവിധു ആഘോഷിച്ച ദുബൈയിലെ പാംതുമീറാ ബീച്ചില് കുട്ടിമക്കളിന്റെ അടിഭാഗത്തു കൂടി പറന്നു പോകുന്ന ഡോൾഫിനുകളെ ലൈവായി കണ്ട് കിടന്നിറങ്ങിയ മുറിയെ കുറിച്ചല്ല. അറബിക്കടലിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന 1 മാസം 950 കോടി രൂപ വരുമാനമുള്ള 140 റൂമുകളും 2 ഹെലിപ്പാഡുകളും 4 മിനി തിയേറ്ററുകളും 2000 പരിചായകന്മാരും 4.5 ഏക്കർ പൂന്തോട്ടവും 4 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന സ്വിമ്മിംഗ് പൂളുകളുമുള്ള മുകേഷ് അംബാനിയുടെ അറ്റ്ലാന്റയെ കുറിച്ചല്ല. പിന്നെ ഈ പറയുന്ന വീടിനെ കുറിച്ചെന്നറിയോ? ഏത് വീടിനെ കുറിച്ചെന്നറിയോ? ഒരു നേരത്തെ വിളക്ക് കത്തിക്കാൻ എണ്ണ പോലുമില്ലായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ആയിഷ റളിയല്ലാഹു തആല തന്റെ കൂട്ടുകാരികളോട് കഥ പറയുമ്പോ ആയിഷ ബീവി പറഞ്ഞു, എന്റെ മടിത്തട്ടിൽ കിടന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിട പറഞ്ഞു പോയത്. പക്ഷേ എന്റെ മടിയിൽ തലവെച്ചിട്ട് എന്റെ ഭർത്താവ് വിട പറഞ്ഞപ്പോഴും എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല. കൂട്ടുകാരികളോട് ആയിഷ ബീവി എന്താ പറയാ? വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മടിയിൽ കിടക്കുമ്പോ റസൂലുള്ളാഹിയുടെ ഇടത്തെ കവിളിലേക്ക് നിങ്ങളുടെ വലത്തെ കൈ വെച്ചിട്ട് നിങ്ങളുടെ പള്ളയോട് ചേർത്ത് വെച്ചിട്ട് പല്ല് വരെ നിങ്ങൾ തേച്ചു കൊടുത്തതല്ലേ? ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭർത്താവിനെ ചേർത്ത് പിടിച്ച് പല്ല് തേച്ചു കൊടുത്തിട്ടല്ലേ വഫാത്തായത്? എന്നിട്ടും നിങ്ങൾ ഭർത്താവിന്റെ മുഖം കണ്ടില്ലെന്നോ? അതിശയോക്തി കലർത്തുന്ന ഈ വാക്ക് കേട്ടപ്പോ പൊട്ടിക്കരന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ വാക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കുകയാ. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്ന് വിട പറയുമ്പോ ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നില്ല. വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്ത കാരണത്താൽ വീട്ടിൽ കൂരിട്ടായിരുന്നു. എന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് പോലും വെള്ള എണ്ണ
കത്തിക്കാനുള്ള വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്തതിനാൽ മരിക്കുന്ന സമയത്തിന്റെ ഭർത്താവിന്റെ മുഖം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് ഭാര്യയുടെ ഡയറിക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ ഒരു കുടുംബ ജീവിതത്തിന്റെ കഥയാണ് പറയുന്നത്. ഈ പട്ടിണിയുടെ ഇടയിൽ കിടക്കുമ്പോഴും ആയിഷാ ബീവി പ്രവാചകൻ എന്ന ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് പൊട്ടിക്കരച്ചെങ്കിൽ ആയിഷാ ബീവിക്കറിയാ പരിതാപങ്ങളും പരിമിതികളും പരിവേദനങ്ങളും പരിതാപനങ്ങളും പരിനിരങ്ങിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണനീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പതിരെ പോലെ പൊട്ടിക്കരഞ്ഞു പോയ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട് ഏറെ പറയാനുള്ള സമയമില്ല, ഏറെ പറയാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. ഇത് നമ്മുടെ വീട്ടിൽ പട്ടിണിയില്ലല്ലോ. സാമ്പത്തികമെന്ന് അടിഞ്ഞുകൂടിയിട്ടും കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം 2015 85,000-ഓളം ഭാര്യ ഭർത്താക്കന്മാരാണ് വിവാഹമോചനം കാത്തുകിടക്കുന്നത്. കേരളത്തിൽ മാത്രം 85,000-ഓളം വിവാഹമോചന കേസുകളാണ് കേരളത്തിന്റെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. എന്താണ് കാരണമെന്നറിയുമോ? കേരളത്തിൽ വിധവകൾ വർദ്ധിപ്പിച്ചു വരുമ്പോ കേരളത്തിൽ സൈബർ വിധവകൾ വർദ്ധിക്കുകയാണത്രേ. ആരാണ് സൈബർ വിധവ എന്ന് നിങ്ങൾക്കറിയുമോ? മലയാളം അവൾക്ക് കൊടുത്ത പേരാണ് സൈബർ വിധവ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം തിരിച്ചു വരുന്നവര് തന്റെ ഭർത്താവിന് ഭക്ഷണം ഒരുക്കി കിടപ്പറയും വിളിച്ചു കാത്തിരിക്കുമ്പോ ആ ഭർത്താവ് ഓഫീസിലിരുന്ന് ജംഗ്ഷനിലിരുന്ന് ഫേസ്ബുക്കിലൂടെ അന്യ പെണ്ണുമായി ചാറ്റ് നടത്തുമ്പോ പാവപ്പെട്ട ഭാര്യ വീട്ടിൽ കിടപ്പറ വിളിച്ചിട്ട് കാത്തിരിക്കുകയാ. ഇവർക്ക് മലയാള രാജ്യം കൊടുത്ത പേരാണ് സൈബർ വിധവ. ആ സൈബർ വിധവകൾ ഗണാനുഗണനമായി വർദ്ധിപ്പിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഇന്നലെ രാവിലെ എന്റെ വീട്ടിൽ രാവിലെ 10 മണി മുതൽ ഇന്നലെ എനിക്ക് വെമ്പായത്താണ് പ്രസംഗം. 7:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എന്റെ വീട്ടിൽ നിറച്ചും ആളുണ്ട് ഓരോ സമയത്ത്. കാരണമല്ല, ഗൾഫിൽ നിന്ന് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. ഒരാൾ പറയാ, വേറൊരാൾ പറഞ്ഞത് 2 മക്കളുമായി ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ജീവിക്കാൻ വകയില്ലാതെ ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുകയാ. എന്റെ മകന് 15 വയസ്സ് പ്രായമായി. 5 വർഷം കൂടി എന്റെ പൊന്നുമോനെ വളർത്തിയാൽ അവൻ എനിക്കൊരു നേരത്തെ മരുന്ന് മേടിച്ചു തരാനുള്ള പ്രാപ്തി എത്തിയ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മോനെയും കൂട്ടി അവർ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടിയുള്ള പരാതിയുമായി അവരെ ഒന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണേ. ഒളിച്ചോടിയവൻ മൂവാട്ടുപടക്കാരനാ. എന്റെ നാടിന്റെ ഒക്കെ അടുത്ത ഭാഗത്തായതുകൊണ്ടൊന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. വൈകുന്നേരം വരെ എന്റെ വീടിന്റെ മുറ്റത്ത് ആളുകളുണ്ട്. ആ കൂടെ വന്നൊരു ഭർത്താവിനോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഗൾഫിലാണ് ജോലി. രാവിലെ എഴുന്നേറ്റാൽ 6 മണിക്ക് എന്റെ ഭാര്യയെ വിളിക്കും, 8 മണിക്ക് എന്റെ ഭാര്യയെ വിളിക്കും, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തിന്റെ ഭാര്യയെ ഞാൻ വിളിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. എഴുന്നേറ്റാൽ ഉടനെ ഞാൻ അവളെ വിളിച്ചിട്ട് സുഖവിവരങ്ങൾ അന്വേഷിക്കും. മകരിവിനെ പള്ളി കഴിഞ്ഞ് വരുമ്പോഴും വിളിക്കും, ഇശാ കഴിഞ്ഞ് കിടക്കാൻ നേരത്തും വിളിക്കും. ഒരു ദിവസം 10 പ്രാവശ്യം ഞാൻ ഒരു 5 മിനിറ്റിൽ കുറയാറ് എന്റെ ഭാര്യയോട് വിളിച്ച് സംസാരിക്കാറുണ്ട്. നമ്മളൊക്കെ പറയും ഭർത്താക്കന്മാരെ വിളിക്കാഞ്ഞിട്ടാണ്, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാഞ്ഞിട്ടാണ്. എല്ലാം കൊടുത്ത ഭർത്താവും ഇങ്ങനെ എന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ടും അവൾ എന്നെ വിട്ടിട്ട് ഇറങ്ങിപ്പോയി. ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവിനെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഭാര്യമാരുടെ മാതാപിതാക്കളെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഓരോ കഥ കേൾക്കുമ്പോ അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കി തരട്ടെ. എങ്ങനെയുള്ള ഭാര്യമാരെന്നറിയോ? നിങ്ങൾക്കറിയുമല്ലോ, പാലാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമി, പിഞ്ചു പൈതലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭർത്താവ് ഫലസ്തീനിലേക്ക് യാത്രയാകുമ്പോ ആ പ്രിയപ്പെട്ട പൈതല് പൈതാഹം കൊണ്ട് പൊട്ടിക്കരയുമ്പോ സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക് ഓടിക്കലുണ്ട്. കൽപ്പാടത്തിന്റെ ഇടയിൽ നിന്ന് നെറുക
നീർഗളിച്ചു വന്ന ജലസരത്തുകൾ കൊണ്ട് ജലപാനം ചെയ്ത് ആ പ്രിയപ്പെട്ട മകനെ വളർത്തു വലുതാക്കി 8 വർഷക്കാലം വളർത്തു വലുതാക്കുമ്പോ ആരാരും കടന്നു വരാത്ത മക്കയുടെ ഊഷരഭൂമിയിൽ ആരുമില്ലാതെ തന്നെ മകനായ ഇസ്മായിലിനെ വളർത്തു വലുതാക്കി 8 വർഷം കഴിയുമ്പോഴാണ് ഫലസ്തീനിൽ നിന്ന് പിതാവായ ഇബ്രാഹിം നബി വരിക. തന്റെ പ്രിയപ്പെട്ട പിതാവ് വരുമ്പോ മാറി നിന്നില്ല, ഓടിച്ചെന്ന് സലാം പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കൈപിടിച്ചു കൊണ്ടുവന്ന് അന്ന് രാത്രിയിൽ കിടക്കുമ്പോ സ്വപ്നം കാണുകയാ. രാവിലെ എഴുന്നേറ്റിട്ട് 8 വർഷങ്ങൾ നിന്ന് വീട്ടിൽ വന്ന ഭർത്താവ് രാവിലെ ഭാര്യയോട് പറയുന്നതെന്താ? മോളെ ഹാജറ, നിന്റെ മകനായ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഹാജറ, കേട്ടുപഴകിയ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയോ. സഹോദരങ്ങള്, ആ സമയത്ത് നിലവിളിച്ചില്ല, വളർത്തിയതിന്റെ കണക്ക് പറഞ്ഞില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടന്നപ്പോ ഞാനാണ് വളർത്തിയതെന്ന് പരാതിയും കണക്കും പറഞ്ഞില്ല. അല്ല പറഞ്ഞതാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മകനെ പിതാവിന്റെ കയ്യിൽ കേൾപ്പിച്ചു. വാതിൽപ്പടയിൽ ചാടി നിൽക്കുമ്പോ ഒരു കൈയിൽ മൂർച്ച കൂടിയ പിശാചിയും മറുകയിൽ പൊന്നുമോന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഭർത്താവ് പാറക്കെട്ടിലേക്ക് പോകുമ്പോ വാതിൽപ്പടിയിൽ ചാടി നിന്ന് പൊട്ടിക്കരഞ്ഞില്ല, തലയിൽ കൈവച്ച് ശപിച്ചുമില്ല. ആരോടുകൂടി തന്റെ ഭർത്താവിനെയും മകനെയും ഹാജരാകു പാറപ്പുറത്ത് മലത്ത് കിടത്തിയിട്ട് മകനായ ഇസ്മായിലിന്റെ കടത്തിലേക്ക് മൂർച്ചയുള്ള കത്ത് ചേർത്ത് വെക്കുമ്പോ ആ പൊന്നുമോൻ വാപ്പാ അറുക്കല്ല വാപ്പാ, എന്തേ മോനെ എന്നെ മുഖത്തിന് നേരെ നോക്കിയിട്ട് വാപ്പാക്കന്റെ കരുത്തിറക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തണേ വാപ്പാ, രണ്ടാമതെന്റെ കയ്യും കാലും കെട്ടിയിട്ട് എന്നെ അറുക്കാവൂ. എന്തേ മോനെ എന്റെ കരുത്തിറത്ത് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിച്ചെടുക്കുമ്പോ വാപ്പാടെ പൊന്നുമോൻ ഉപ്പാന്റെ മുന്നിൽ കിടന്ന് കൈകാലിട്ടടിച്ച് പിടയുമ്പോ എന്റെ ഉപ്പാക്ക് പിന്നെ പൂർണ്ണമായും പെറുക്കാ കഴിയില്ല. ഉപ്പാ പാതി വഴിയിൽ എന്റെ കരച്ചിലും പിടച്ചിലും കണ്ടിട്ട് വാപ്പയെങ്ങാനും ഇതിൽ നിന്ന് പിന്മാറിയാൽ എനിക്കും ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിലെത്താ കഴിയില്ലല്ലോ ഉപ്പാ. എന്റെ കൈകാലുകള് വെട്ടിവരിഞ്ഞിട്ടേ അറുക്കാവൂ ഉപ്പാ. മൂന്നാമത് പാറക്കത്തിലും മനന്ന് കിടന്നിട്ട് പറഞ്ഞു വെത്രേ ഉപ്പാ, ഞാൻ മരിച്ചാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മയെ കാണിക്കരുത്. എന്റെ ഉമ്മ 8 വർഷക്കാലം മരുഭൂമിയുടെ വിജനതയിൽ ആരുമില്ലാതെ താലോലിച്ചു വളർത്തിയ എന്റെ ഉമ്മാക്കത് സഹിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് 8 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കടുത്തു നീട്ടിക്കെടുത്ത് ഉപ്പാനോട് സ്നേഹത്തോടെ പറയുന്നൊരു മകനെ ഇബ്രാഹിം നബിക്ക് സംഭാവന ചെയ്ത കഥാപാത്രമേതാ? ആ കഥാപാത്രമാണ് ബീവി ഹാജറ റളിയല്ലാഹു തആല അൻഹാ. മരുഭൂമിയിൽ നിന്നുകൊണ്ട് മകനെ വളർത്തുമ്പോ ഓരോ സമയത്തും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ പൊന്നുമോനെ ഇസ്മായില്, നിന്റെ വാപ്പയായ ഇബ്രാഹിം ഫലസ്തീനിലേക്ക് പോയത് നമ്മളെ ഇട്ടേച്ച് പോയതല്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പോയതാണ്, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് ഉപ്പാനെ വെറുക്കല്ല മോനെ എന്ന് പറഞ്ഞു വാപ്പയുടെ അഭാവത്തില് വാപ്പയില്ലാത്ത സമയത്ത് മക്കളോട് വാപ്പയുടെ ത്യാഗത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹാജറയായ ഭാര്യയെ നമുക്ക് കിട്ടിയാലല്ലാതെ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് 3 നേരം മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ പൊന്നുമോനെ നിന്റെ വാപ്പ സൗദി അറേബ്യയിൽ കിടന്ന് ഈ പൊരിവയിലത്തെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അയച്ചു തരുന്ന പൈസയാണ് നമ്മുടെ മുമ്പിൽ ആഹാരമായിട്ട് നിൽക്കുന്നത്. നിന്റെ വാപ്പ കടുവാപ്പള്ളിയിലും മത്തിക്കച്ചവടം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടുറോഡിൽ ഇരുന്നിട്ട് മീൻ കച്ചവടം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നു വെച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. നിന്റെ വാപ്പ ഏറ്റവും ചെറിയ ശമ്പളത്തിലും ജോലി ചെയ്ത് കിട്ടുന്ന പൈസയാണ് മക്കള്. നമ്മുടെ വാപ്പ കഷ്ടപ്പെട്ട പൈസയാണ് ഈ തരുന്ന ആഹാരമെന്ന് 3 നേരം ഭക്ഷണം കൊടുക്കുമ്പോ ആ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ത്യാഗത്തിന്റെ കഥ പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്തുന്ന ഒരു ഹാജറക്കല്ലാതെ നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മുടെ ഭാര്യയായി വരാൻ കഴിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഹാജറയാക്കി തരട്ടെ, ഹാജറയാക്കി തരട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇയ്യാകും വഹലറാഉദ്ദമി, നിങ്ങളെയും ഹലറാഉദ്ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ.
സഹാബത്ത് ചോദിച്ചു നബിയേ മാ ഹളറാഉദ്ദമി യാ റസൂലല്ലാഹ് ഹളറാഉദ്ദമ ആരാണ് നബിയേ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ഹാജറയാക്കി തരട്ടെ. വാപ്പയില്ലാത്ത സമയത്ത് സമയം നമുക്ക് പോകാൻ തരത്തിണ്ടോ? ഉണ്ടോ? ഇല്ല. അവനാൻ ഇതുകൊണ്ടെങ്കിലും നന്നാവട്ടെ എന്ന് കരുതുന്ന ഒരാശ്വാസത്തിന്റെ വാളാണിത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ള സഹോദരങ്ങളെ, തെറ്റ് ചെയ്യരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഞാനൊരു കാലഘട്ടത്തിന്റെ പ്രഭാഷണമാണ് നിർവഹിക്കുന്നത്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. കാരണം കൈ തൊട്ടാൽ വ്യഭിചാരമാണ്, കണ്ണ് തുറന്നാൽ വ്യഭിചാരമാണ്. നിങ്ങളൊരു അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മോളുടെ കൂടെ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് ഒരു ബൈക്കിൽ ഇറങ്ങിയാലും വാപ്പാക്കും ഉമ്മാക്കും അതിൽ തെറ്റായിട്ട് തോന്നാറില്ല. മോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ ആ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരന്റെ ബൈക്കിൽ വന്നിറങ്ങി. അപ്പോഴും ഉമ്മയും വാപ്പയും പറയുന്നത് അവര് ക്ലാസ്മേറ്റ്സ് അല്ലേ എന്ന്. അതെന്താ? അവന് കാള മത്സരത്തിൽ കൊണ്ടാകാൻ വേണ്ടി ചണ്ടത്തം വന്ന മൂരിക്കളയാൻ ഒന്നും സംഭവിക്കാതിരിക്കും. എത്ര ലാഘവത്വത്തോടെ, ഞാൻ ചില സമയത്ത് ചില ഭാഷ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എത്ര ലാഘവത്വത്തോടെ നമ്മൾ കാണുക. എന്നിട്ട് എന്തേലും ആയാൽ പിന്നെ കൊണ്ട് പള്ളിക്കുട്ടി പൈസ ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ നോക്കേണ്ട കാര്യം ഉണ്ടാകണ്ടേ, ആദ്യം നമ്മുടെ ഭാര്യ ഹാജറയാവണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. വാപ്പ ഇല്ലാത്ത സമയത്ത് മക്കളെ, ഒരു പെൻസിൽ കടിച്ചു കളയുമ്പോൾ പോലും മക്കളെ ഇത് വാപ്പയുടെ വിയർപ്പിന്റേതാണ് എന്ന് വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പയുടെ ത്യാഗത്തെക്കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുത്തു വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാര്യയ്ക്ക് ഒരു നല്ല കുടുംബത്തെ സംവിധാനിക്കാൻ കഴിയും. അല്ലാതെ അയാൾ പോട്ടെ നമുക്ക് ആസ്വദിക്കാമെന്ന്. ഇന്ന് മിക്കവാറും പ്രവാസികളുടെ കുടുംബത്തിനെ പറ്റി അബദ്ധം ഇതാണ്. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവണ്ട്. എന്താ പ്രവാസി എന്നറിയോ? 1000 റിയാല് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി പോക്കറ്റിൽ വെച്ചിട്ട് അവൻ ഇറങ്ങി നടക്കാൻ നേരത്ത് എക്സ്ചേഞ്ചിലേക്ക് പോകാൻ അയക്കാൻ ടാക്സിക്ക് കൈ നീട്ടും. എത്ര റുപ്യ? 10 റിയാൽ, 10 റിയാൽ. അപ്പൊ വിചാരിക്കുമ്പോഴച്ചോനെ 10 റിയാല് ടാക്സിക്കാരന് കൊടുത്താൽ പിന്നെ 990 റിയാല് നാട്ടിലേക്ക് അയക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ആ പച്ചപ്പാവം 10 റിയാല് വാഹനത്തിൽ സഞ്ചരിക്കേണ്ട ദൂരം അവൻ പൊരിവെയിലത്ത് റോഡിലൂടെ സഞ്ചരിക്കും. അപ്പുറം പോയി ലുലു എക്സ്ചേഞ്ചിൽ പോയി 1000 റിയാല് തികച്ചവൻ വിചാരിക്കും 10 റിയാല് ടാക്സി കൊടുത്താൽ ആ 10 റിയാല് കൊണ്ട് മോളുടെ ഒരു മാസത്തെ ഫീസ് കൊടുക്കാം. പാവപ്പെട്ടവൻ 1000 റിയാല് തികച്ചയക്കും. നടന്നു ചെന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയും 1000 റിയാല് അയച്ചിട്ടുണ്ട്, ബാങ്കിൽ പോയി മേടിച്ചോളീൻ. അവള് ഫോൺ എടുത്ത് 500 രൂപയുടെ ടാക്സി വിളിച്ച് ബാങ്കിൽ പോയി ആ പൈസ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അവള് അത് മേടിക്കാൻ പോണത് 500 രൂപയുടെ ടാക്സി വിളിച്ചിട്ട് അവൻ 10 റിയാല് പിശുക്കിയിട്ട് അയച്ചവൻ. ഇതാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അന്തരം. ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഭാര്യക്ക് മാത്രമേ സമാധാനത്തിന്റെ ജീവിതം നൽകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും വഹളറാഅദ്ദമി, നിങ്ങളെയും ഹളറാഅദ്ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. എന്താ ഹളറാഅദ്ദം? അറിയില്ല? എന്താ ഹളറാഅദ്ദം? അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഞാൻ ആ വിഷയം കൂടെ പറഞ്ഞ അവസാനം 2 മണിക്കൂർ ആവാറായി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ കേൾക്കുന്നത് പ്രയോജനമുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഏതാണ് ഹളറാഅദ്ദം? കല്യാണം കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെന്ന് കൈപൊക്കി. കല്യാണം കഴിക്കാത്തവർ, ഇതെന്ത് ശൈശവ വിവാഹം നടക്കുന്ന സ്ഥലമാണ്. ഒന്നിനും മീശയില്ല, ഒട്ട് കയ്യും പൊക്കണില്ല. ഒന്ന് പൊക്ക് മനുഷ്യന്മാരെ. കല്യാണം കഴിക്കാത്തവര് അൽഹംദുലില്ലാ. കേട്ടോളി, ഞാൻ ഇനി പറയാൻ പോണ കാര്യം കേട്ടോളി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇയ്യാകും വഹളറാഅദ്ദമി, നിങ്ങളെയും ഹളറാഅദ്ദമിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ആരാണ് നബിയെ ഹളറാഅദ്ദമി യാ റസൂലല്ലാഹ്? ആരാണ് നബിയെ ഹളറാഅദ്ദം എന്ന് പറയുന്നത്? ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഇംറഅത്തുൻ ഹസനാ ഫീ മംബതത്തി സൂ, മോശമായ അവസ്ഥയിൽ ജീവിച്ചു വന്നവർ, സൗന്ദര്യം മാത്രമുള്ള പെണ്ണ. അവർ ജീവിച്ചത് ഏറ്റവും മോശമായ അവസ്ഥയിലാണ്. അവർ ഇതേവരെ സുബഹി നമസ്കരിക്കാത്ത, ദീനിന്റെ ഒരു ശിആറുകളില്ലാത്ത ഒരു വീട്ടിലാണ് അവർ ജീവിച്ചു വന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനിച്ച സൗന്ദര്യം മാത്രമുള്ള പെണ്ണിനെ നീ വിവാഹം ചെയ്യരുത്. അവരെ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അതോടെ നിന്റെ കുടുംബം തകർന്ന് തരിപ്പണമാകും. ആ കുടുംബത്തിൽ പിന്നെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയില്ലെന്ന് ലോകത്തിന്റെ മുറ്റേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഞാൻ എന്റെ പ്രസംഗത്തിന്റെ സമാപന പ്രഭാഷണത്തിലോട്ട് കിടക്കുകയാണ്. എന്ത് പറയണം, എവിടെ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മക്കളെയാണ് നാം വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല പാതിരാത്രിയുടെ നിശബ്ദതയിൽ കടന്നു പോകുമ്പോ ഉള്ളിൽ നിന്ന് വർത്തമാനം കേൾക്കുന്നത്, മോളെ പാലിൽ വെള്ളം ചേർക്കുമോളെ, ഇല്ല ഉമ്മ. ഉമർ കാണുമമ്മ, ഇല്ല മോളെ, ഉമർ കാണില്ല മോളെ. ഇതാ കാന ഉമറുനായിമൻ ഫറബ്ബ് മറിയക്കല്ലാ. കണ്ടില്ലെങ്കിലും ഉമറിന്റെ റബ്ബ് കാണുമല്ലോ ഉമ്മ. ഉമർ റളിയല്ലാഹു തആല ഈ വർത്തമാനം കേട്ടു. രാവിലെ സൂര്യ നിസ്കാരം കഴിഞ്ഞ് തലേ ദിവസം ഈ വർത്തമാനം കേട്ട വീടിന്റെ മുമ്പിലെത്തി. വാതിലിൽ മുട്ടിയപ്പോ വൃദ്ധയായ ഉമ്മ വന്ന് വാതിൽ തുറന്നു. തൊട്ടു മുമ്പിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന ഉമറിനെ കണ്ടപ്പോ ആ പ്രിയപ്പെട്ട കൗമാരക്കാരി ഓടി വരികയാണ്. മുമ്പിലതാ ഉമർ നിൽക്കുന്ന പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന ഉമറിനെ കണ്ടപ്പോ പേടിച്ചരണ്ടു പോയി ആ പ്രിയപ്പെട്ട പൊന്നുമോ. ആരാണ് ഇന്നത്തെ പ്രഭാതത്തിൽ തന്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്നത്? കിസ്റാ ഭരിക്കും കൈസരും നീട്ടുന്നതാ, മിസ്റ് മുഖോക്കിസ് കേട്ടുടൻ വിറയ്ക്കുന്നതാ. കൈസർ ചക്രവർത്തിമാര് പേര് കെട്ടാറ് പറക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു തആല ആ പെണ്ണിനോട് പറഞ്ഞു, പത്രമോള് വരുന്നോ നീ ഉമറിന്റെ കൂടെ? എവിടേക്കാണ് അമീറുൽ മുഅ്മിനീൻ? എന്ന മകനായ നാഫിന്റെ ഭാര്യയാവാ. തലേ ദിവസം രാത്രി സമയത്ത് പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ നിർബന്ധിച്ചപ്പോ ആ ഉമ്മയോട് റബ്ബിനെ കുറിച്ച് പേടിപ്പിച്ചു കൊടുത്ത പൊന്നുമോള് തന്റെ മകനായ നാഫി റളിയല്ലാഹു അൻഹുവിനെ ഭാര്യയായി നിശ്ചയിച്ചു കൊടുത്തു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം എന്താ? വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ മക്കളുടെ മീശയുടെ വലിപ്പം കണ്ടിട്ട് പെണ്ണിന്റെ കയ്യിൽ കിടക്കുന്ന 200 പവന്റെ സ്വർണത്തിന് വില നിശ്ചയിക്കുന്ന പിതാക്കന്മാരെ, സ്വർണത്തിന് മാനദണ്ഡം നിശ്ചയിക്കുന്ന പണ്ട് കാലത്തുള്ള സ്വർണ്ണക്കടയിലെ ത്രാസ് കണ്ടിട്ടുണ്ടോ? നഖത്തിന്റെ വലിപ്പമുള്ള കട്ടികളാണ് ഇതിൽ തൂക്കാനുള്ളത്. ഇന്ന് നമ്മുടെ ജുവല്ലറികളിൽ ഇരിക്കുന്ന ത്രാസ് മലഞ്ചരക്ക് കടയിൽ ഒട്ടുപാല് തൂക്കാൻ വെച്ചിരിക്കുന്ന ത്രാസാണ്. കാരണം 20 കിലോ 30 കിലോ സ്വർണ്ണമാണ്. ജുവല്ലറികളിലും റബ്ബർ ഷീറ്റ് തൂക്കുന്ന ത്രാസുകളെ വെച്ച് 20 കിലോയും 30 കിലോയും വിഭാഗച്ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളറിഞ്ഞ് പകട കളിക്കുന്ന സമുദായമേ, നിന്നെ മരുമകളെ തിരഞ്ഞെടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയാം. രാത്രിയിൽ റബ്ബിനെ പേടിച്ചിട്ട് പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണ് തന്റെ മകനായ നാഫി വർഷങ്ങളോളം കിടപ്പറയിലേക്ക് വരാതിരുന്നാലും അവൾ തന്റെ മകന്റെ സ്ഥാനത്ത് വേറൊരാൾക്ക് കിടപ്പറയിൽ സ്ഥലം കൊടുക്കില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നന്നായിട്ടറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ നടന്നു വന്നാലല്ലാതെ, ഈ ഒരു കുടുംബത്തിന്റെ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നാലല്ലാതെ ഇത് മണ്ണോടെ അവസാനിക്കാനുള്ളതല്ലോ, നാളെ പടച്ചിറപ്പിന്റെ മുമ്പിലേക്ക് വരാനുള്ളതല്ലേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള പെൺമക്കളെ, അതുകൊണ്ടാണ് പാതിരാ സമയത്ത് വീടുകളിൽ നിന്ന് രഹസ്യകാമകന്മാരെ പിടിക്കപ്പെടുക. പ്രണയമെന്ന 3 അക്ഷരത്തെ കാമമെന്ന 2 അക്ഷരവുമായി കൂട്ടിച്ചേർത്ത് പ്രണയമാണ് വലുതെന്ന് കരുതിയ ചെറുപ്പക്കാരാ, പൊന്നുമോനെ, പ്രണയം പണ്ടുമുണ്ടായിരുന്നടാ. പ്രണയം ഇരുവേറ്റപ്പടയിലും മുങ്ങിച്ചത്ത മൊയ്തീനുണ്ടാക്കിയ പ്രണയമല്ല. ഇത് ചങ്ങമ്പുഴയുടെ രമണനുണ്ടായപ്പോഴല്ല പ്രണയമുണ്ടായത്. പ്രണയം പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. ലൈലയും മജ്നൂനും പ്രണയമായിരുന്നു, ശുദ്ധമായ പ്രണയം. ആ പ്രണയമാണ് പച്ചപ്പുൽമേടുകളിൽ പച്ചപ്പുല്ലിടുന്ന പച്ചപ്പാൻമേ മാൻപേടകളോട് മാൻപേടകളുടെ നയനധ്വനത്തിന്റെ സൗകുമാര്യം കണ്ടപ്പോ എന്റെ ലൈലയുടെ കണ്ണ് നിങ്ങളെ പോലെയാണെന്ന് പാടിപ്പോയ മജ്നൂന്റെ പാട്ട്. എന്നാൽ അശ്ലീലത്തിന്റെ പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഇമ്മുൽ ഖൈസ് അശ്ലീലത്തിന്റെ പ്രണയത്തിന്റെ ആളാണ്. നിങ്ങൾ പഠിച്ചോ? മൊയ്തീനല്ല പ്രണയം ഉണ്ടാക്കി തന്നത്. ലൈലയും മജ്നൂനും നല്ല പ്രണയമാണ്. ഇമ്രുൽ ഖൈസിന്റെ പ്രണയം ഇല്ല. അങ്ങനെ ഒന്ന് സബുൽ മുഅല്ലക്കയുടെ ആദ്യ ഭാഗം അല്ലേ, ആദ്യത്തിലല്ലേ സബുൽ മുഅല്ലക്ക
7 ഖണ്ഡകാവ്യങ്ങളുടെ ഒന്നാമത്തെ കാവ്യം ഇമ്രുൽ ഖൈസ് എന്ന ഊച്ചാളി കാമുകന്റെ പാട്ടുകളാണ്. മിഥിലൂകി ഹുബിലാക തറഖതു വമുർദി ഫൽഹൈതുഹാനദി തമായി ബിമുഗയലി. ഇമ്രുൽ ഖൈസിന്റെ പാട്ടാണ്, അർത്ഥം ചോദിക്കരുത്. പിന്നെ രഹസ്യമായിട്ട് ഷഫീഖ് ഉസ്താദിനോട് വെച്ചാൽ പറഞ്ഞത് فمثلك هبلاك تركت ومرضه فالهيتها ندي تمائم مغيري. ആ പെണ്ണ് ഈ മുത്തലിമുകളാണ് വാദം പറയാൻ വലിയ ഇഷ്ടം. കാരണം പണ്ടത്തെ കാലം ഓർമ്മ വരും. ഇതൊക്കെ വലിയ വാദനൊന്നും ഓതാൻ പറ്റൂല. അല്ലാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. ബഹുമാനരായ ഉസ്താദന്മാരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നന്മയുടെ പാഠങ്ങൾ അല്ലാഹുവേ, ആ രീതിയിൽ പ്രണയത്തെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മക്കയിലെ പള്ളിയിൽ ഈശാനിസ്കാരം കിടന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയിലാണ് കാമുകിയെ കാണുന്നത്. കാമുകിയോട് പറഞ്ഞു, പെണ്ണേ, എനിക്ക് നിന്നോട് പ്രേമമാണ്, നിന്റെ ശരീരം ഞാൻ കൊതിക്കുന്നുവെന്ന്. തീരപരിചകനായി എന്നും കാണുന്ന കാമുകൻ ഒരു നിമിഷം തന്റെ ശരീരത്തെ ചോദിച്ചപ്പോ തന്നെ കാമുകനാണ് ആ മക്കയിലെ പെണ്ണ് മറുപടി പറഞ്ഞു കൊടുത്തു. അത്രേ, എന്റെ പ്രിയപ്പെട്ട കാമുക, എല്ലാവരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന മഹിഷറയിൽ ഈ പ്രണയം നമുക്ക് രണ്ടുപേർക്ക് പ്രയോജനം ചെയ്യുമെന്ന് ആ പ്രണയത്തിന് ഞാൻ തയ്യാറാണ്. ചെറുപ്പക്കാരാ, മഹിഷറയില് കുറ്റം കിട്ടുന്നതാണെങ്കിൽ ഞാനില്ലെന്ന് പറഞ്ഞ കാമുകയുണ്ടായിരുന്നു ചരിത്രത്തിൽ. എല്ലാ പ്രേമമെന്ന് ധരിച്ച, എല്ലാ കാമമെന്ന് ധരിച്ച ജനിച്ച മങ്ങളോട് പോലും കണ്ടു പറയാറുണ്ട്, പെണ്ണ് പ്രായബുദ്ധിയായാൽ അച്ഛനുറക്കമില്ല എന്ന്. കാലം മാറി, അച്ഛനുണ്ടെങ്കിൽ പെണ്ണിനുറക്കമില്ല. അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന പ്രായബുദ്ധിയായ പെണ്ണ് വാതിൽ കുച്ചിയിടാതെ കിടക്കാൻ പേടിയാണ്. അത് കല്ല് കച്ചവടക്കാരനെ പേടിച്ചിട്ടല്ല, അപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ പിതാവിനെ പേടിച്ചിട്ട്. ഒരു പൊന്നുമോൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരുമ്പോ മലയാളത്തിന്റെ ഒരു ആധുനിക കവിയുണ്ട് സത്താറാദൂർ. അദ്ദേഹത്തിന്റെ 2 വരി കവിത ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം പറയുകയാണ്, പാതിരാത്രിയിൽ തന്നെ മാനം കവരാൻ മലന്ന് നെഞ്ചിലേക്ക് വീഴുന്നവനെ കണ്ടപ്പോ പൊന്നുമോൾ രക്ഷയ്ക്ക് വേണ്ടി അച്ഛാ എന്ന് നിലവിളിക്കാൻ വായ തുറന്നപ്പോഴാണ് വെളിച്ചട്ടവര് കണ്ടത് തന്നെ മാനം കവരാൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി അവൾ ആരെയാണ് വിളിക്കുക, ആരോടാണ് അഭയം തേടുക? എല്ലാ പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അത് പതിച്ചു പോകുമ്പോ കാമുകൻ തന്റെ ശരീരത്തെ ചോദിച്ചപ്പോ നാളെ പരലോകത്ത് നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാണെന്ന് പറയുന്ന വലിയ കാണുന്ന കാമുകനോട് മഹിസറെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന തന്റെ ശരീരത്തിൽ തൊടാൻ വരുന്നവനോട് ഇല്ല ഇല്ല, ഇത് പരലോകത്തേക്കാണെങ്കിൽ ഞാനുണ്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാര്യക്കും മക്കൾക്കുമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് പറഞ്ഞു പോണത്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അങ്ങനെ ആക്കാൻ നമുക്കും മാതാപിതാക്കള് സാലിഹീങ്ങളാവണം. ആദ്യം എന്ത് ചെയ്യണം? മക്കള് നന്നായാ പോരാ, പിന്നെ മാതാപിതാക്കളെ സാലിഹീങ്ങളാവണം. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ ദുആ പഠിപ്പിച്ചത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും നീ കൺകുളിർമയുള്ളവരാക്കി തരണേ അല്ലാഹ് എന്ന് വാപ്പയെപ്പോഴും ദുആ ചെയ്യണം. എന്നിട്ട് ദുആ തീർന്നിട്ടില്ല. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിനക്ക് കൺകുളിർമയുള്ളവരാകണമെങ്കിൽ നീ മുത്തഖിയായാൽ പോരാ, നീ മുത്തഖീങ്ങളുടെ ഇമാമാവണം. അതാണ് ദുആയുടെ അർത്ഥം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്റെ ഭാര്യയും മക്കളും നന്നാവണമെന്ന് ദുആ ചെയ്താൽ പോരാ. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ ഞാൻ പറയണത്? ഉണ്ടോ മച്ചന്മാരെ?
ഉണ്ടോ ഇല്ലയോ? അത് നമ്മൾ ഉറക്കമാണ്. പിന്നെന്താ ഒരു ഹറക്കത്ത് സുക്കൂനില്ലാത്തത്? എന്റെ ഭാര്യയും മക്കളും സാലിഹീങ്ങളാകണമെന്ന് എപ്പോഴും ആണുങ്ങൾ ദുആ ചെയ്യണം. ചെയ്താ പോരാ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ദുആ ചെയ്യുന്ന വാപ്പ മുത്തഖിയായാലും ഇത് നടക്കൂല. പിന്നെയോ മുത്തഖീങ്ങളുടെ ഇമാമാവണം. മുത്തഖിയായാലും ഭാര്യയും മക്കളും സാലിഹീങ്ങളാകാൻ ബുദ്ധിമുട്ടാണ്. മുത്തഖീങ്ങളുടെ ഇമാമാവണം എന്ന് ഖുർആൻ. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്താൻ തയ്യാറാവണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ എന്റെ മകൻ എഞ്ചിനീയറിംഗിനായി തലപ്പാവ് കെട്ടി മുത്തല്യങ്ങളൊക്കെ പച്ചപ്പൊട്ടന്മാരുടെ മക്കളാന്ന് കരുതുന്ന ഒരു ലോകം ഉണ്ടാവും. കാരണം എന്താ? അവരൊക്കെ ദീൻ പഠിക്കാൻ വന്നു. നമ്മുടെ മക്കളോട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല പറയാണ്, 6 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്ക് കൃത്യമായി ചൊല്ലാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. എത്ര വയസ്സുള്ളപ്പോ? ഇങ്ങോട്ടൊക്കെ എത്ര വയസ്സുള്ളപ്പോ? 6 വയസ്സുള്ളപ്പോ. ആര് പഠിപ്പിച്ചു കൊടുത്തു? പള്ളിക്കലെ മൂല്യാരല്ല എന്റെ വാപ്പ, പള്ളിക്കലെ മുക്രിയല്ല, എന്റെ വാപ്പ 6 വയസ്സ് പ്രായമുള്ളപ്പോ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. മോനെ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ വാപ്പ എനിക്ക് 6-ാമത്തെ വയസ്സിൽ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, ഇത് നീ മുടങ്ങാതെ എപ്പോഴും ഈ ദിക്ർ ചൊല്ലണേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ആ ദിക്ർ ഞാൻ 8 വയസ്സ് വരെ 2 വർഷത്തോളം ആ ദിക്ർ ഞാൻ തുടർച്ചയായി ചൊല്ലി. വജഅല ഫീ ഖൽബി നൂറാ, അപ്പൊ എന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. പിന്നെയും 2 വർഷം കൂടി ആ ദിക്ർ ഞാൻ ചൊല്ലി. വകാന ഫീ സിർരി നൂറാ, അപ്പൊ എന്റെ ആത്മാവിന് പ്രകാശം ഉണ്ടാവാൻ തുടങ്ങി. 10 വയസ്സായപ്പോ ആ പെണ്ണുമോന്റെ ഹൃദയവും റൂഹും പ്രകാശിക്കാൻ തുടങ്ങി. ഇനി എങ്ങനെയാണ് അവനൊരു ഹിന്ദു പെണ്ണിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരിക? അങ്ങനെ പ്രകാശിച്ച ഒരു പെണ്ണെങ്ങനെയാണ് വേറൊരുത്തരുടെ കൈ പിടിച്ചിട്ടിറങ്ങി പോവുക? എങ്ങനെയാണ് അവൾക്ക് ആ പാഠം മറക്കാൻ കഴിയുക? അവളുടെ ഹൃദയത്തിൽ നൂറായല്ലോ. ഹൃദയത്തിൽ നൂറില്ലാത്തത് കൊണ്ടാണ് മദീനയിൽ താമസിച്ചിട്ട് മുനാഫിക്കീങ്ങളെ നരകത്തിൽ പോയത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവാ, അവരുടെ കണ്ണിന്റെ മുകളിലും അവരുടെ ഹൃദയത്തിൽ ഞാൻ സീൽ ചെയ്ത് കളഞ്ഞു. 10-ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ ഹൃദയത്തിൽ പ്രകാശമായി, ആത്മാവിലും പ്രകാശമായി. ഏതാ ദിക്ർ? ആ ദിക്റാണ്. പഠിക്കാൻ കുറെ പാഠമുണ്ട്. ഈ പാഠം പഠിക്കാത്തതാണ് നമ്മുടെ ജീവിതം പുഴുത്തുപോയത്. ആ ദിക്റാണ് എന്റെ വാപ്പ എനിക്ക് 6-ാമത്തെ വയസ്സിൽ പഠിപ്പിച്ചു തന്ന ദിക്റാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. മോനെ അബ്ദുല്ലാഹ്, അല്ലാഹു ഹാദിരി, അല്ലാഹ് നമ്മുടെ മുമ്പിൽ ഹാദിറാണ് മോനെ. അല്ലാഹു നാദിരി, അല്ലാഹ് നമ്മെ കാണുന്നുണ്ട് മോനെ. അല്ലാഹു ഷാഹിദി, നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹുവിനെ സാക്ഷിയാണ് മോനെ. അല്ലാഹു മടി, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് മോനെ അബ്ദുല്ലാഹ്. അതുകൊണ്ട് അല്ലാഹ് കിട്ടപ്പെടാത്തതൊന്നും ചെയ്യരുതേ കൺമണിയെ എന്നെന്റെ വാപ്പ 6-ാമത്തെ വയസ്സിൽ എനിക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണ്. നമ്മളിത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല. കാരണം ഇത് അവനവൻ തന്നെ പറഞ്ഞാൽ കാഫിറാകും എന്നുള്ള വാദത്തിലാണ് നമ്മൾ. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല. കാരണം ഇത് പള്ളിക്കലെ മൂല്യാർക്ക് കാശുണ്ടാക്കാനുള്ള ഉപാധിയാണെന്ന് നമ്മൾ പറഞ്ഞു പരത്തിയപ്പോ ഞാൻ പറയാണ്, പള്ളിക്കലെ മൂല്യാർക്ക് കാശോത്തിട്ട് നിങ്ങൾ ബേജാറാവണ്ട. ഇത് പള്ളിക്കലെ മൂല്യാരുടെ നെയ്ച്ചോറിന്റെ മാർഗമല്ല. പള്ളിക്കലെ മൂല്യാരോത്തിട്ട് ആരും ബേജാറാവണ്ട. കാരണം കോടിക്കണക്കിന് രൂപ വിറ്റു വരുമാനമുള്ള കോടീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദുനിയാവില് ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്ത പള്ളിയിലെ മുഖ്യദേവരെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രം കേരളത്തിൽ കേട്ടിട്ടില്ല. ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾ പറയും കേരളത്തിൽ വാർത്ത. ഞങ്ങൾ പറയും വിജയ് മല്യ ഓടി. ആരാ വിജയ് മല്യ? ഒരു പള്ളി മുക്രിയും നാട് വിട്ടു പോയിട്ടില്ല. എന്നാൽ ദുനിയാവിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾ എന്താ പറയാൻ വേണ്ടി?
ദുനിയാവിലെ ഏറ്റവും ചെറിയ ശമ്പളം ബംഗാളിക്ക് പോലും 500 രൂപ. ഇപ്പൊ ബംഗാളി 600 കൊടുക്കാൻ ജോലിയുമില്ല. എന്നാലും പള്ളിക്കലെ മുക്രിക്കാക്കാടെ ഒരു ദിവസം 200 രൂപ പോലും കണക്കൂട്ടേണ്ട. ഞാൻ കണ്ണൂർ ഇപ്പോൾ എടുത്ത് വാതിനൊക്കെ മുക്രിക്കാക്കാരുടെ വെച്ച് ശമ്പളം എത്ര? 1500. 1500. ആ മനുഷ്യൻ എപ്പോഴും അദ്ദേഹം റാഹത്താണ്. അതുകൊണ്ട് പള്ളിക്കലെ മൂല്യാരെ കൈമടക്കോത്തിട്ട് ആരും ബുദ്ധിമുട്ടണ്ട. അത് അള്ളാഹു ഒരു വഴിയിൽ നടത്തുന്നുണ്ട്. അതിലാരും ബേജാറാവണ്ട. ഇത് അവനാന് വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ദിക്കറാണ്. അല്ലെ പള്ളിക്കലെ മൂല്യാർക്ക് ജീവിക്കുണ്ടാക്കി കൊടുത്താൽ. പള്ളിക്കലെ മുക്രിക്കാക്ക ഒരു പ്രശ്നമില്ല. ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മുക്രി ഇതേവരെ കടക്കണി ഒന്ന് ആത്മഹത്യ ചെയ്തിട്ടില്ല. അത് അള്ളാഹു നൽകുന്നതാണ്. എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മരീ. അങ്ങനെ ഒരു പിതാവിന്റെ മകനായി ഇസ്മായിലായി ഹാജറയായി ഈ 2.5 മണിക്കൂർ കൊണ്ട് 3 കഥാപാത്രങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നു നിങ്ങളോട്. മാതാപിതാക്കൾ അതാണ് ഹാജറ റളിയല്ലാഹു അൻഹാ, വഅസ്വാദിഹിം അതാണ് ആയിഷ റളിയല്ലാഹു അൻഹാ, വദുരിയാത്തിഹിം നമ്മുടെ മക്കൾ അതാണ് അബ്ദുല്ലാഹി ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗത്തിന്റെ ഏതൻ തോട്ടത്തിൽ ഒരുമിച്ച് കൂടുന്ന സ്വർഗ്ഗ കുടുംബത്തിന്റെ റോൾ മോഡലാണ് പഠിപ്പിച്ചു തന്നത്. അല്ലാഹുവേ അല്ലാഹുവേ, വാപ്പയോട് സ്നേഹമുള്ള മക്കളായി കൊയിലാണ്ടിയുടെ കല്യാണ പന്തലിൽ നിന്ന് വരൻ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഒരു പെണ്ണിനെങ്ങനെയാണ് ഇറങ്ങിപ്പോവാൻ കഴിയുക? കട്ടപ്പെട്ട് വളർത്തിയ വാപ്പാടെ കണ്ണുനീരെങ്ങനെയാണ് മറക്കാൻ കഴിയുക? എന്റെ മോനെ, നീ അനുഭവിക്കുന്ന തണല് അത് നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണെന്ന് കരുതി മരിച്ചിട്ട് മണ്ണിന്റെ അടിയിലേക്ക് പോയാലും നാളെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമല്ലോ. നിങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഉമ്മയെ സ്നേഹിച്ചു കൊതിരുന്നിട്ടില്ല. ഉമ്മയും നഷ്ടപ്പെട്ടു പോയി, ഉമ്മയും നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ അല്ലാഹുവേ, എത്രയെത്ര മക്കളാണ് സ്നേഹിച്ചു കൊതിരുന്നതിന് മുമ്പേ വിട പറഞ്ഞു പോയത്. ഇവർക്കെല്ലാം ഒരുമിച്ച് കൂടാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വഫാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടയുമ്പോ ഈ പറഞ്ഞ ആയിഷ റളിയല്ലാഹു തആല അൻഹാ എങ്ങനെയാണ് സ്വർഗ്ഗത്തിന്റെ കുടുംബം ഒരുമിച്ച് കൂടുന്നതെന്ന് തിരിച്ചറിയാ. വാപ്പ മരിച്ചതിങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, എന്റെ ഭർത്താവ് വിട പറഞ്ഞപ്പോഴും മുഖം കാണാൻ കഴിയാത്ത പട്ടിണിയിലാണ് ഞാൻ. എന്റെ വാപ്പ വിട പറഞ്ഞപ്പോഴോ ആ ഒരു കുടുംബത്തോടെ നമുക്ക് സമാപനം കുറിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഉപ്പ അബൂബക്കർ റളിയല്ലാഹു തആല വഫാത്തിന്റെ വേളയിലാണ് സക്കറാത്തിന്റെ വേദനയിൽ വന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല പൊന്നുമോളോടി വന്നു. വാപ്പാന്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, വാപ്പാ, അങ്ങ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ അങ്ങേക്ക് പകരം വെക്കാൻ ഇനി ആരുമില്ലല്ലോ ഉപ്പാ എന്ന് ദുഃഖത്തോടെ പറയവേ സക്കറാത്തിന്റെ വേദനയിൽ കിടന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, പൊന്നുമോളെ ആയിഷ, അന്ന് 20 വയസ്സാണ് ആയിഷ ബീവിയുടെ പ്രായം. അങ്ങനെ അല്ലല്ലോ മോളെ പറയേണ്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 63 വയസ്സാണ്. മുത്തുനബിയുടെ അതേ പ്രായത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ആ സ്നേഹത്തിന്റെ നിദാനം പോലെ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ കണ്ടു, അലിയേ, നീ എങ്ങാനും എന്റെ അടുത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ മകൾക്ക് ഏറ്റവും നല്ല ഭർത്താവിനെ കിട്ടുമായിരുന്നില്ലല്ലോ അലിയേ. വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള വേളയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉസ്മാനേ, ഉസ്മാനേ, എന്റെ പൊന്നുമോള് സൈനബിനെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. അവള് മരിച്ചുപോയി. 2ാമത്തെ മോളെയും നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഇനിയും എനിക്കൊരു മോള് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തരുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ സമാശ്വസിപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് കഥ പറഞ്ഞു. അപ്പോഴാണ് ഇടത് ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു, വലത് ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ നടുവിൽ നിന്നിട്ട് അവരുടെ ഇരുചുമലുകളിലേക്ക് തന്റെ റിസാലത്തിന്റെ 2 കരങ്ങൾ എടുത്തു വെച്ചിട്ട് ഉറക്കെ പറഞ്ഞു, ഉമറേ, അബൂബക്കറേ, വഹകദാ യദ്ഖുലു സാലിഫാനി ഫിൽ ജന്ന, വഹകദാ യദ്ഖുലു
സാലിസാനി ഫിൽ ജന്ന. ഇങ്ങനെയാണ് നമ്മൾ 3 പേര് സ്വർഗ്ഗത്തിൽ നിൽക്കുന്നത് അബൂബക്കർ. അതുകൊണ്ടാണ് റൗളയിലും അങ്ങനെ തന്നെ കിടന്നുറങ്ങുന്നത്. സ്വർഗ്ഗത്തിൽ എങ്ങനെയാണോ ഒരുമിച്ച് കൂടുന്നത് അതേപോലെ റൗളയിലും ഒരുമിച്ച് കൂടി. മരണത്തിലും അങ്ങനെ തന്നെ. ഇതാണ് സ്നേഹത്തിന്റെ വസന്തമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു തന്ന മുത്തുനബിയെ സലാം സലാം. 63-ാമത്തെ വയസ്സിലാണ് അബൂബക്കർ റളിയല്ലാഹു തആല വഫാത്താകുന്നത്. 20 വയസ്സുകാരി പെണ്ണുമോൾ ആയിഷ ബീവി വന്നിട്ട് എന്റെ ഉപ്പ പോയാൽ ഇനി പകരമാരുമില്ലല്ലോ ഉപ്പ. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്, അങ്ങനെയല്ലല്ലോ മോളെ പറയേണ്ടത്, അങ്ങനെ പറയാനല്ലല്ലോ അല്ല പറഞ്ഞത്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീബ്. അതല്ലേ അല്ല പറഞ്ഞു തന്നത്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, മരണം സുനിശ്ചിതമായി വന്നെത്തി. ദാലിക മാ കുൻത മിൻഹു തഹീബ്. നീ ഓടിയൊളിച്ച മരണം നിന്റെ മുമ്പിലെത്തിയല്ലോ. അങ്ങനെയല്ല പറയേണ്ടത്. സക്കറാത്തിന്റെ വേദനയിൽ പറയാൻ തുടങ്ങി. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല ഇന്ന് കണ്ണീരോടെ ഉപ്പാന്റെ കാര്യത്തിൽ നിന്ന് പറഞ്ഞു അത്രേ. ഭർത്താവിന്റെ വഫാത്തിനും ആയിഷ ബീവി സാക്ഷിയാണ്. തന്റെ പ്രിയപ്പെട്ട ഉപ്പ വിട പറയുമ്പോൾ തൊട്ടുചാരത്തി പൊന്നുമോളുണ്ട്. സൗഭാഗ്യവതിയേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ ഉപ്പാന്റെ മുമ്പിൽ നിന്നിട്ട് പറയാൻ തുടങ്ങി. വാബിയലു യുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹി ഫിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. വാപ്പവിട പറയുന്ന നേരത്ത് പൊട്ടിക്കരഞ്ഞു കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു അത്രേ. വാബിയലു യുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹി. അങ്ങേ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോഴല്ല പിതാവേ ആകാശത്ത് നിന്നും മഴയുണ്ടായത്. ഹിമാലുൽ യതാമാ, അങ്ങ് ജീവിച്ചിരുന്നപ്പോ നിങ്ങളുടെ വാപ്പ അനാഥകളുടെ സംരക്ഷകനായിരുന്നുവല്ലോ. ഇസ്മത്തുൽ ലിൽ അറാമിലി, ഇസ്മത്തുൽ ലിൽ അറാമിലി. എന്റെ ഉപ്പ അങ്ങെത്ര വിധവകൾക്ക് മുതൽക്കൂട്ടായി മാറി. എന്റെ ഉപ്പ പോവുകയാണല്ലോ. അപ്പൊ സക്കറാത്തിൽ കിടന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ അതെന്നെ കുറിച്ച് പറയേണ്ടതല്ല. ഫദാക റസൂലുള്ളാഹ്, ഫദാക റസൂലുള്ളാഹ്. അത് നിന്റെ ഭർത്താവിനെ കുറിച്ച് പറയേണ്ടതാണ് മോളെ. ഇതാണ് കുടുംബം, ഇതാണ് സ്വർഗത്തിലെ കുടുംബം. ഇത് നിന്റെ ഭർത്താവിനെ കുറിച്ച് പാടേണ്ടതാണ്. ഇത് നിന്റെ ഉപ്പയെ കുറിച്ച് പാടേണ്ടതല്ല. എന്റെ ഉപ്പ ജീവിച്ചിരുന്നപ്പോ അഗതികളുടെ സംരക്ഷകനായിരുന്നുവല്ലോ, അനാഥകളുടെ സനാഥനായിരുന്നുവല്ലോ, അഗതികളുടെ ആരംഭമായിരുന്നല്ലോ. ഇല്ല മോളെ, നിന്റെ ഉപ്പയല്ല, ഇത് നിന്റെ ഭർത്താവിനെ കുറിച്ച് പാടേണ്ടതാണ്. ഫദാക റസൂലുള്ളാഹ്, അതല്ലാന്റെ റസൂലിനെ കുറിച്ച് പറയേണ്ടതാ. എന്നിട്ട് പറഞ്ഞു, മോളെ ആയിഷ, മോളെ ആയിഷ, വാപ്പാടെ മുഖവും ഒന്ന് മൂടാണ്. ഒരു വെള്ളത്തുണി എടുത്തുകൊണ്ടുവാ മോളെ. വാപ്പ സക്കറാത്തിൽ നിലവിളിക്കുമ്പോ വാപ്പാടെ മുഖവും ഉടലും മൂടാന് ഒരു തുണി എടുക്കാൻ 20 വയസ്സുകാരി പൊന്നുമോളോടി. അടുത്തു നിന്ന സഹാബത്തിന് മനസ്സിലായി സക്കറാത്തിന്റെ വേദനയിലാണ്. സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ ഖദ് ജാഅ ഇലൈക തബീബ്, ഞങ്ങളൊരു വൈദ്യനെ വിളിച്ചു കൊണ്ടുവരട്ടെ, രോഗം കലശലാകുന്നുവല്ലോ, ഒരു വൈദ്യനെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവരട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, വൈദ്യൻ വന്നെന്നെ പരിശോധിച്ചിട്ട് തിരിച്ചു പോയതേയുള്ളൂ. ഒരു വൈദ്യൻ വന്നിരുന്നു, ആ വൈദ്യൻ എന്നെ പരിശോധിച്ചിട്ട് തിരിച്ചുപോയി. സഹാബത്ത് ചോദിച്ചു, പരിശോധന കഴിഞ്ഞ് വൈദ്യൻ പോയോ? പരിശോധിച്ചിട്ട് വൈദ്യൻ എന്താണ് പറഞ്ഞു തന്നത്? മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു അത്രേ, എന്നെ പരിശോധിച്ച വൈദ്യൻ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അന ഫആലുൽ ലിമാ ഉരീദ്,
അന ഫആലുൽ ലിമാ ഉരീദ്. നീ എന്റെ അടുക്കലേക്കാണ് വരുന്നത്, നിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്ന് എന്റെ വൈദ്യൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ആയിഷ ബീവി വെള്ളത്തുണിയുമായി ഓടി വന്നു. വാപ്പാടെ മുഖവും ശരീരവും മൂടി. പെട്ടെന്ന് സഹാബത്ത് ചോദിച്ചു, മഹാനവറുകളെ നിങ്ങൾ വിട പറയുകയാണല്ലോ, ഔസുനിയ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളോടൊരു വസിയത്ത് പറഞ്ഞിട്ട് പിരിഞ്ഞു പോണേ. ആ സമയത്താണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഖദ് ഫതഹല്ലാഹു അലൈക്കുമുദ് ദുനിയാ, അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാക്കി തരും. പക്ഷേ നിങ്ങൾ ലാ തൻസൂ ഹഖല്ലാഹ്, അപ്പോഴും അല്ലാഹുവിനോടുള്ള ഹക്കിനെ നിങ്ങൾ മറന്നു പോകരുത്. ഇത് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല മുഖത്തെ തുണിയെടുത്ത് നോക്കുമ്പോ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായിരുന്നു. സഹോദരങ്ങളെ, ഇതാണ് സ്വർഗ്ഗത്തിലെ കുടുംബം. ഭർത്താവ് മരിച്ചപ്പോ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച്, വാപ്പ മരിച്ചപ്പോ മോളുടെ ചാരത്ത് നിന്ന് തന്റെ പ്രിയപ്പെട്ട മക്കളോട് സലാം പറയുന്ന മരിച്ചുപോയ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പോലെ അല്ലാഹുവേ